തിരിച്ചു പറഞ്ഞാൽ സതീശൻ പേടിക്കില്ല എന്നുള്ളത് മാത്രമല്ല, ചിലപ്പോൾ മൂത്രം ഒഴിച്ചു. ഡെസ്കുമേലെ അഫ്യാസനെ കണ്ടവനോ ഉറങ്ങൂല, കണക്കു വിദ്വാൻ സംഖ്യ ചൊന്നാൽ ആർക്കമിഡീസ് അനങ്ങൂല. മലയാളം വായിക്കാൻ വായ തുറന്നാൽ മലയാളികളെല്ലാം ആ കാലിൽ വീഴും. ഇംഗ്ലീഷിനെ ഫിനിഷാക്കും ശേഷി കണ്ടാൽ സായിപ്പും സാഷ്ടാംഗം വീണുപോകും. ഹേ ആരാണ്ട വിദ്യാഭ്യാസനെ ആഭാസം പറയുന്നത്, രണ്ടു കാലിൽ വീട്ടിൽ പോകൂല. അഭ്യാസൻ സിന്ദാബാദ്, ആഭാസം സിന്ദാബാദ്. സതീശൻ പേടിക്കില്ല എന്നുള്ളത് മാത്രമല്ല, ചിലപ്പോൾ മൂത്രം ഒഴിച്ചു. ആയ കാലത്ത് ആയിരക്കണക്കിന് ആളുകളെ ചിറന്ന് പഠിപ്പിച്ച ആളാ. ഇപ്പൊ അതാ സതീശൻ ചേട്ടനെ രണ്ടു തുള്ളി മുള്ളിക്കാൻ പെടുന്ന പാട് കണ്ടോ? പ്രതിപക്ഷ നേതാവിനെ ഭീഷണിപ്പെടുത്താൻ നടത്തിയ ശ്രമമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഫുൾ കോമഡി ആയിപ്പോയി, പൊട്ടിപ്പാളീസ് ആയിപ്പോയി. ഞങ്ങളെന്തെങ്കിലും തിരിച്ചു ചെയ്താലോ പറഞ്ഞാലോ സതീശൻ താങ്ങത്തില്ല എന്ന് മാത്രമല്ല, പേടിക്കുമെന്ന് മാത്രമല്ല, മുള്ളിപ്പോകും എന്നാണ് അണ്ണൻ പറയാൻ ഉദ്ദേശിച്ച സാധനം മനസ്സിൽ കിടന്ന് പുറത്തു വന്നത്. സതീശൻ പേടിക്കത്തില്ലെന്ന് മാത്രമല്ല, മുള്ളാൻ മുട്ടിയോ മുള്ളുകയും ചെയ്യുന്നു. അതിപ്പോൾ മൂത്രം ഒഴിക്കാൻ മുട്ടിയ എല്ലാവരും മുള്ളുമല്ലോ. നിങ്ങളുടെ മച്ചിൻ്റെ മേലിൽ കിടന്ന് മരപ്പട്ടി മുള്ളുന്നു താഴോട്ട്. പിന്നാണോ പ്രതിപക്ഷ നേതാവ്? ഏതായാലും പ്രതിപക്ഷ നേതാവ് പറഞ്ഞതെല്ലാം അക്ഷരം പ്രതിയാണെന്ന് ആ പറഞ്ഞതിനോട് പ്രതികരിച്ചുകൊണ്ട് തന്നെ തെളിയിച്ച സ്ഥിതിക്ക് സതീശൻ ചേട്ടൻ പറഞ്ഞത് നമുക്കൊന്നുകൂടെ കേൾക്കാം. ഇത്രയും വിവരദോഷികളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു മന്ത്രിസഭ ഈ കേരളത്തിന്റെ ചരിത്രത്തിലില്ല. പ്രതിപക്ഷ നേതാവെ നമ്മൾ അതിൽ അഭിമാനിക്കുകയല്ലേ വേണ്ടത്? ചരിത്രം സൃഷ്ടിക്കുകയായിരുന്നു ഇവിടെ ഈ സർക്കാർ. ആ സർക്കാർ ഇവിടെ ഭരിക്കുമ്പോൾ ഇവിടെ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നതിൽ അങ്ങും അഭിമാനം കൊള്ളണം. അണ്ടർവെയർ പുറത്ത് കാണിച്ച് മുണ്ട് മടക്കി കുത്തി ഡെസ്കിന്റെ മുമ്പിൽ കയറിയിരുന്ന് ഈ സാധനം മുഴുവൻ തല്ലിപ്പൊളിച്ചെടുത്തതാണ്. ചുമ്മാ അല്ല ശിവൻകുട്ടിയണ്ണൻ ഇത്രയും കടന്ന് തുള്ളിയത്. ഉള്ളത് പറയുമ്പം തുള്ളുമെന്നാണല്ല ശൈലി. അല്ല, ഈ ഉള്ള സത്യങ്ങളൊക്കെ പ്രതിപക്ഷ നേതാവ് വിളിച്ചു പറഞ്ഞതാണോ? അധിക്ഷേപിച്ചു, സംസ്കാരമില്ലാതെ സംസാരിച്ചു, മൈക്കിൽ കൂടെ അപവാദം പറഞ്ഞു എന്നൊക്കെ ശിവൻകുട്ടിയണ്ണൻ ഇരുന്നുകൊണ്ട് കരഞ്ഞത് ഓർമ്മയില്ലേ? മന്ത്രി കസേര കയറി ഇരുന്നപ്പം അതെല്ലാം അങ്ങ് മറന്നു അണ്ണ. എന്തൊരു പെർഫോമൻസ് ആയിരുന്നു. അണ്ണനെ കാണുന്ന പോലൊന്നും അല്ല കേട്ടോ. ഒറ്റ ടേക്ക് അടിപൊളിയായിട്ട് ചെയ്തു. കൈവച്ചതെല്ലാം നശിപ്പിക്കാൻ പറ്റി. ഒരിടത്തും ഒരു പതർച്ച ഉണ്ടായില്ല എന്നുള്ളതാണ്. അണ്ണ നല്ല പ്രാക്ടീസും ചെയ്തിട്ടാണോ അണ്ണ വന്നത്? റിഹേഴ്സൽ വല്ലതും ഉണ്ടായിരുന്നു അതിന്? എന്നാ ഗംഭീരമായിരുന്നു. അന്ന് ആ നടത്തിയ റിഹേഴ്സലിൻ്റെ പകുതി ഒരു പ്രാക്ടീസ് വീട്ടിലിരുന്ന് ചെയ്തെങ്കിൽ സതീശൻ ചേട്ടൻ്റെ രണ്ടു തുള്ളി മൂത്രം വീഴ്ത്തായിരുന്നു. സതീശൻ പേടിക്കില്ല എന്നുള്ളത് മാത്രമല്ല, ചിലപ്പോൾ മൂത്രം ഒഴിച്ചു. അപ്പൊ വലിച്ചു പറയും തല്ലിപ്പൊട്ടിക്കലും ഒക്കെ കാര്യക്ഷമമായിട്ട് ചെയ്യുന്നത് പോലെ സംസാരിക്കാൻ കൂടെ കുറച്ചൊന്ന് തെളി. വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോ സ്കൂളിൽ പഠിക്കേണ്ട സ്ഥിതി നമ്മുടെ പിള്ളേർക്ക് ഉണ്ടായല്ലോ. ആ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയല്ലേ അണ്ണ? അണ്ണൻ സ്വയം ഒന്ന് ഇരുത്തി ചിന്തിച്ചേ. മന്ത്രിയപ്പൂപ്പൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച് പിള്ളേരുടെ മുന്നിൽ വലിയ ആളാണെന്ന് സ്വയം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആ ഓണത്തിന്റെ ദിവസമോ മറ്റോ, അതെ ഒരു ഓണം സ്പെഷ്യൽ പ്രോഗ്രാം കുട്ടികളുമായിട്ടുള്ളത് വന്നായിരുന്നല്ലോ. മന്ത്രിയപ്പൂപ്പൻ ഏത് ബെഞ്ചിലായിരുന്നു പഠിച്ചത്? മന്ത്രിയപ്പൂപ്പൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ഏതായിരുന്നു? എന്തുകൊണ്ടായിരുന്നു ആ വിഷയം ഇഷ്ടപ്പെട്ടത്? തുടങ്ങി കുറച്ച് ചോദ്യങ്ങളൊക്കെ പിള്ളേർ ചോദിച്ചപ്പോൾ ജബ ഓർമ്മയുണ്ടോ? ഏതായാലും തല്ലിപ്പൊട്ടിക്കലിനേക്കാൾ വലിയ കഴിവ് അണ്ണൻ്റെ കയ്യിലുണ്ടെന്ന് ജനങ്ങൾ ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. എൻ്റെ അണ്ണ ഒരു തുള്ളി മൂത്രം പോകാൻ പെടാപ്പാട് പെടുന്ന മനുഷ്യരുണ്ട് കേട്ടോ. അങ്ങനെയുള്ള ആളുകളെയൊക്കെ അണ്ണൻ അകമഴിഞ്ഞൊന്ന് സഹായിച്ചേക്കണേ. അണ്ണന് വേണമെങ്കിൽ ആരോഗ്യ വകുപ്പ് തരാൻ ഞങ്ങൾ മുഖ്യ സഖാവിനോട് റെക്കമെൻഡ് ചെയ്യാം. ഈ നാട്ടിലെ നിസ്സഹായരായിട്ടുള്ള ആളുകളെ ചേർത്ത് പിടിച്ചാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. ആരോഗ്യ വകുപ്പിന്റെ കാര്യം പറഞ്ഞ് നാക്ക് വായിലോട്ടിട്ടില്ല. ഇവിടെ കപ്പലാഞ്ഞ് തള്ളിക്കൊണ്ടിരിക്കുന്ന തിരക്കിലായിരുന്നോ? പുറകിലിരുന്ന ആൾ എഴുന്നേറ്റ് പോയത് ശ്രദ്ധിച്ച ആരോഗ്യവകുപ്പ് മന്ത്രിനി? സർക്കാർ ആശുപത്രി വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ ചികിത്സ കിട്ടാതെ ഒരു ചെറുപ്പക്കാരൻ മരിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം കരിങ്കൊടി കാണിച്ച്. ആ കാര്യം അവിടെ നിന്ന് പറയുന്നത്. എന്തിനാണ് കരിങ്കൊടി കാണിച്ചതെന്നാണ് ചോദിക്കുന്നത്. ഇപ്പൊ നിരത്തും മന്ത്രി. 2016 മുൻപ് വിവിധ സ്കീമുകളിലായിട്ടാണ് ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടായിരുന്നത്. നമ്മൾ ഇത് അറിയണം. 2016 മുമ്പുള്ള കാര്യങ്ങളും 1986 മുമ്പുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ അറിയണം. നിലവിലുള്ള പ്രശ്നങ്ങളെ കുറിച്ച് മനുഷ്യർ ചിന്തിക്കരുത്. ദയവ് ചെയ്ത് ചിന്തിക്കരുത്. നിങ്ങൾ ചിന്തിക്കേണ്ടത് 50ഉം 100ഉം വർഷങ്ങൾക്കപ്പുറം ഉണ്ടായിരുന്ന കേരളം എങ്ങനെയായിരുന്നു എന്നതിനെ കുറിച്ച് മാത്രമാണ്. അതാണ് മന്ത്രി അവിടെ നിന്ന് ഊന്നി പറയുന്നത്. എത്ര രൂപയാ ഒരു കുടുംബത്തിന് ഒരു വർഷം 2016 മുൻപ് ലഭിച്ചിരുന്നതെന്ന് അറിയാമോ?
30,000 രൂപ. 2016 മുൻപ് ലഭിച്ചിരുന്ന 30,000 രൂപയും 2026 ലഭിക്കുന്ന 30,000 രൂപയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് രൂപയുടെ മൂല്യത്തിലുണ്ടായ വ്യത്യാസം അറിയാവുന്ന വിവരമുള്ള ആളുകൾക്ക് മാത്രമേ മനസ്സിലാകൂ എന്നുള്ള ധൈര്യത്തിലാണ് മന്ത്രി പൊതുവേദിയിൽ നിന്ന് ഇത്തരം വിവരദോഷങ്ങൾ പറയുന്നത് എന്ന കാര്യം കൂടി ഇത്തരണത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. 2016 മുമ്പ് 30,000 രൂപയൊക്കെ കിട്ടുന്നുള്ളായിരുന്നു. 2026 ആയപ്പോൾ 60,000 രൂപ കിട്ടുന്നുണ്ട്. കഷ്ടം. 2019 നമ്മൾ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി ഇവിടെ ആരംഭിച്ചു. സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി, ഇവിടെ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി ഉണ്ട്, പഞ്ചായത്ത് ഹെൽത്ത് ഏജൻസി ഉണ്ട്, വാർഡ് ഹെൽത്ത് ഏജൻസി ഉണ്ട്. പക്ഷെ കൃത്യസമയത്ത് നമുക്ക് ആശുപത്രി ചെന്നാൽ ചികിത്സ കിട്ടിയെന്ന് വരത്തില്ല. അതൊക്കെ നമ്മൾ പാർട്ട് ഓഫ് ദ സിസ്റ്റമായിട്ട് കണ്ട് അതിൻ്റെതായിട്ടുള്ള സെൻസിലെടുക്കണം. ചിലപ്പോൾ രോഗി മരിച്ചു എന്നൊക്കെ വരും, പക്ഷെ അവാർഡുകൾ നമ്മുടെ ആരോഗ്യവകുപ്പിന്റെ ഷെൽഫിലിരിപ്പുണ്ട്. അതാണ് നമുക്ക് വേണ്ടത്. നമ്പർ 1 എന്നുള്ള സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് വേണ്ടത്. പ്രാക്ടിക്കലി അതെങ്ങനെ പോകുന്നു അതിനെക്കുറിച്ചൊന്നും ആരും ചിന്തിച്ച് ബേജാറാകേണ്ട കാര്യമില്ല. നമ്മൾ നമ്പർ 1 ആണ്. അത് നിങ്ങളിങ്ങനെ ഉരുവിട്ടുകൊണ്ടിരുന്നാൽ മതി. ഇനിയിപ്പോൾ കൈ മുറിക്കാൻ ചെന്ന ആളുടെ കാല് മുറിച്ച് വിട്ടാലും പഞ്ഞിയും തുണിയും കത്രികയൊക്കെ ഉള്ളിൽ തിരികെ സ്റ്റിച്ച് ഇട്ട് വിട്ടാലും അതൊന്നും നമ്മുടെ നമ്പർ 1 സർട്ടിഫിക്കറ്റിനെ, ആ നമ്പർ 1 പൊസിഷനെ ബാധിക്കുന്ന കാര്യമല്ല. 2 ആശുപത്രികളിലാണ് ഡയാലിസിസ് ഉണ്ടായിരുന്നത്. ഇന്ന് 125 ആശുപത്രികൾ. ഇന്ന് നോക്കൂ കാത്ത് ലാബ്. മന്ത്രി ഈ കാത്ത് ലാബും ഡയാലിസിസ് യൂണിറ്റും കുറേ പ്രാവശ്യം ഇപ്പൊ പറയുന്നുണ്ട്. ഒരു 6ഓ 7ഓ പ്രാവശ്യം കൊണ്ട് അടുപ്പിച്ചടുപ്പിച്ച് ഇതൊക്കെ കേൾക്കുന്നു. ഇത്തരം വലിയ വലിയ കാര്യങ്ങളല്ലാതെ രോഗികൾ എന്നും നേരിട്ടുകൊണ്ടിരിക്കുന്ന മരുന്നിന്റെ ലഭ്യതക്കുറവ്, കൃത്യമായിട്ടുള്ള ചികിത്സ കിട്ടാതിരിക്കൽ, ഡോക്ടർമാരുടെ അഭാവം, മെഡിക്കൽ കോളേജുകളിലൊക്കെ രോഗികൾ എന്ന നിലത്ത് കിടക്കേണ്ട അവസ്ഥ, ഒരു സ്ട്രെച്ചർ ഇല്ലാത്ത അവസ്ഥ, കുറേ സമയങ്ങൾ മണിക്കൂറുകളോളം ICUയിലേക്ക് കിടക്കുന്ന പേഷ്യൻറ്റിൻ്റെ രക്തസാമ്പിളുമായിട്ട് പരിശോധനയ്ക്ക് ക്യൂ നിന്ന് അവരകത്ത് മരണപ്പെടേണ്ട അവസ്ഥ. ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് കൂടി ഇടയ്ക്കൊന്ന് ചിന്തിച്ച് അതിലെന്തെങ്കിലും ഒരു നടപടി എടുത്തിരുന്നെങ്കിൽ സന്തോഷമായേനെ. ഈ കപ്പൽ തള്ളുന്നതിൻ്റെ പകുതി സമയം മതിയല്ലോ ഇക്കാര്യത്തിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കാൻ. ഏതായാലും ഇത്രയും ലക്ഷക്കണക്കിന് രൂപ നാട്ടുകാർക്ക് വർഷാവർഷം ഫ്രീ ആയിട്ട് കൊടുക്കുകയല്ലേ. ഇപ്പം എത്രയാണെന്നാ പറഞ്ഞാൽ 5 ലക്ഷം. പ്രാബല്യത്തിൽ വന്നില്ല, ധനമന്ത്രി പ്രഖ്യാപിച്ചായിരുന്നു. മെഡിസെപ്പ് ആനുകൂല്യത്തിൻ്റെ കാര്യമല്ലേ പറയുന്നത്. ഒരു വർഷം 5 ലക്ഷം രൂപ. അത് വാഗൊണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ലക്ഷത്തിൻ്റെയും കോടിയുടെയും കണക്കൊക്കെ വിട്ടിട്ടേ ദാരിദ്ര്യം അനുഭവിക്കുന്ന മനുഷ്യർക്ക് കൃത്യസമയത്ത് മരുന്നും ചികിത്സയും കിട്ടുന്നുണ്ടോ? അതിനുള്ള സൗകര്യം സർക്കാർ ആശുപത്രികളിലുണ്ടോ? പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഒരു സെക്യൂരിറ്റി ഉണ്ടോ? ശ്വാസം മുട്ടും നെഞ്ചുവേദനയും തലകറക്കും ഒക്കെ ആയിട്ട് ആരെങ്കിലും ചെന്നാൽ അവരെ ഒന്ന് താങ്ങിയെടുത്ത് കൊണ്ടുപോകാൻ അവിടെ ഒരു സ്റ്റാഫ് ഉണ്ടോ? ഒരു എമർജൻസി മാനേജ്മെന്റ് സിസ്റ്റം സർക്കാർ ആശുപത്രികളിലൊക്കെ ഉണ്ടോ? ഇതും കൂടെ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണേ. സതീശൻ പേടിക്കില്ല എന്നുള്ളത് മാത്രമല്ല, ചിലപ്പോൾ മൂത്രം ഒഴിച്ചു. അപ്പോൾ അണ്ണൻ പെടുപ്പിച്ച് കഴിഞ്ഞില്ലേ? അണ്ണൻ്റെ കാര്യം പറയാം കേട്ടോ, വീണ ചേച്ചിയുടെ അടുത്ത് പറയാം. ആരോഗ്യവകുപ്പിൽ അണ്ണൻ ഏതെങ്കിലും ഒരു സീറ്റ് ഞങ്ങൾ എല്ലാവരും കൂടെ മുൻകൈ എടുത്ത് തന്നിരിക്കും. കാരണം നിൽക്കുന്ന നിപ്പിൽ ആളുകളെ മുള്ളിക്കുക എന്ന് പറയുന്നത് നിസ്സാര കഴിവൊന്നുമല്ല. ഡോക്ടർമാർ തന്നെ എന്തുമാത്രം മരുന്നുകൾ കൊടുത്താ രോഗികളെ മുള്ളിക്കുന്നത്. അപ്പോൾ അണ്ണൻ്റെ ഈ കഴിവ് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയ്ക്ക് ഒരു മുതൽക്കൂട്ടാണ്. അണ്ണനെ ആരോഗ്യ മേഖലയ്ക്ക്, ആശുപത്രികൾക്ക്, രോഗികൾക്ക് ആവശ്യമുണ്ടെണ്ണ. പിന്നെ സതീശൻ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം മറുപടിയായിട്ട് വിദ്യാഭ്യാസ മേഖലയിൽ എടുത്ത് മറിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു 5-6 പേജുള്ള എസ്സേ ഫേസ്ബുക്കിൽ എഴുതി തള്ളിയിരിക്കുന്നത് കണ്ടു. പിന്നെ മറ്റേ വേറൊരു ആക്ഷേപം കൂടെ പ്രധാനമായിട്ട് സതീശൻ ചേട്ടൻ ഉന്നയിച്ചായിരുന്നു. അണ്ടർവെയർ കാണിച്ച് നിയമസഭ തല്ലിപ്പൊളിച്ചായിരുന്നു. അതിനി ഒറ്റ ക്യാപ്സികളേ ഉള്ളൂ. ഗോവിന്ദമ്മയാഷ്ട്രെ മനസ്സിൽ ധ്യാനിച്ച് അത് AI ആയിരുന്നു എന്നങ്ങോട്ട് കാച്ചുക. അപ്പോൾ എല്ലാം നടക്കട്ടെ.